ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് ഒരുപാട് നെയിം റിയാക്ഷൻസും ഇക്വേഷൻസും മെക്കാനിസംസും ഒക്കെ പഠിച്ച് ഏതാണ്ടൊരു ട്രാഫിക് ജാമിൽ പെട്ട പോലെ ഒരവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? എങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം അല്ലേ? ഒന്ന് ഓർഗനൈസ് ചെയ്ത് റിയാക്ഷൻസിനെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ സിലബസ് എടുക്കുക. സിലബസിൽ നിങ്ങൾക്ക് ഓരോ മോഡ്യൂളിലും പഠിക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ്, ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ കുറേ നെയിം റിയാക്ഷൻസ്, റിയേജൻസ്, റീഅറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ സിലബസ് നന്നായിട്ട് പരിചയപ്പെടുക. സിലബസിൽ സ്പെസിഫിക്കായിട്ട് പറയുന്ന ഓരോ റിയാക്ഷൻസും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ടത് ക്രമമായി അടുക്കി ഒരു മാലയിലെ മുത്തുകൾ പോലെ നിങ്ങൾക്ക് കോർത്ത് വയ്ക്കുക. അങ്ങനെ പല പല ഫോൾഡറുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓരോ ഫോൾഡറും എന്തിനെ സംബന്ധിക്കുന്നതാണ്, എന്താണ് അതിൽ പറയുന്നത് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ആരംഭിക്കാം. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിലും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇനി പഠിക്കാനുള്ളവരോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഇത്തരത്തിൽ നമുക്കൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് നമുക്ക് പഠിക്കാനുള്ള മോഡ്യൂൾസ് ഏതൊക്കെയാണ്, അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് നെയിം റിയാക്ഷൻസ് ഏതൊക്കെയാണ്, ആ റിയാക്ഷനിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, അതായത് റിയാക്ഷൻ ഏതിൽ നിന്ന് എന്തിൽ നിന്ന് തുടങ്ങുന്നു, റിയാക്റ്റൻ്റ് എന്താണ്, പ്രോഡക്റ്റ് എന്താണ്, അതിന് വേണ്ടുന്ന റിയേജൻ്റ് എന്താണ്, വേണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസും, അതെല്ലാം തന്നെ നമുക്കൊരു ലൈനിൽ അങ്ങ് ക്രമീകരിക്കാം. അപ്പോൾ ആൽക്കഹോൾസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ആൽക്കഹോൾസിൻ്റെ കേസിൽ പിനക്കോൺ റീഅറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ അത് 1,2 ഗ്ലൈക്കോളാണ്, ഒരു മോണോകീറ്റോണാണ് റിസൾട്ടിങ് പ്രോഡക്റ്റ്. അത് ഹോട്ട് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് അവിടുത്തെ റിയേജൻറ്റ്. പിന്നെ അതിൻ്റെ ഇക്വേഷനും നിങ്ങൾക്ക് എഴുതാം. അടുത്ത ഫിനോൾസിന് ഉള്ള റിയാക്ഷൻസ്: റീമർട്ടേമൻ റിയാക്ഷൻ, കോൾസ് റിയാക്ഷൻ, ലെബർമാൻസ് റിയാക്ഷൻ, ലെഡറർ മാനസി റിയാക്ഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ഫിനോൾ ആൻഡ് ഫോമാൽഡിഹൈഡ് ടു ഫോം ബേക്ലൈറ്റ്. ഇങ്ങനെ റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഈതറിന് ക്ലേസൺ റീഅറേഞ്ച്മെൻറ്റ്. അപ്പം അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ ഏതെല്ലാം നെയിം റിയാക്ഷൻസ് പഠിക്കണം, അത് ഓരോന്നും ഏത് കോമ്പൗണ്ടിൻ്റെ റിയാക്ഷനാണ്, അതിന് ഏത് റിയേജൻ്റാണ് എടുക്കുന്നത്, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്. ഇനി മെക്കാനിസം വേണമെങ്കിൽ അതിൻ്റെ മെക്കാനിസവും നമുക്ക് വേറെ എഴുതി പഠിക്കണം. അപ്പം നമുക്ക് ഏകദേശം ആ ഒരു ഐഡിയ കിട്ടി ആ ചാപ്റ്ററിൽ നമുക്ക് എത്ര റിയാക്ഷൻ പഠിക്കണം എന്നുള്ളത്. ഇത് നിങ്ങളിങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ച് ഇതിനകത്ത് വേണ്ടുന്ന നോട്ട്സൊക്കെ നോട്ട് ചെയ്ത് പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്തും അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും വളരെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്കിതെല്ലാം കയ്യിൽ കിട്ടും, ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മോഡ്യൂളിൽ നമുക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അവിടെ റിയാക്ഷൻ നമ്മൾ വേറൊരു തരത്തിലാണ്. അപ്പോൾ ആൽഡിഹൈഡിനും ചിലതെല്ലാം ആൽഡിഹൈഡിനും കീറ്റോണിനും ഒരുപോലുള്ള റിയാക്ഷൻ ആയിരിക്കും. പിന്നെ ചിലത് ആൽഡിഹൈഡ് മാത്രം, ചിലത് കീറ്റോണിന് മാത്രം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ടോട്ടലായിട്ട് ആ റിയാക്ഷൻസിനെയൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള റിയാക്ഷൻസിനെ മൊത്തം നമുക്ക് 2-3 ക്ലാസ് അല്ലെങ്കിൽ ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് റിഡക്ഷൻ റിയാക്ഷൻസ്, ഈ MPV റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. അത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. ഓക്സിഡേഷൻ റിയാക്ഷൻസ് നിങ്ങൾക്കറിയാം: ഓപ്പൺ എയർ ഓക്സിഡേഷൻ, ബെയർ വില്ലിഗർ ഓക്സിഡേഷൻ. അപ്പോൾ ഇത് ഏതിനാണ് ഒക്കെ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്, എൻ്റെ വീഡിയോസും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട് തരുന്ന റിയാക്ഷൻ, ഇല്ലാത്ത കോമ്പൗണ്ട് തരുന്ന റിയാക്ഷൻ, അതുപോലെ തന്നെ ഈ ആൽഫ ഹൈഡ്രജൻ്റെ ആസിഡിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ്. അപ്പോൾ അത് നോക്കുക: ആൽഡോൾ കണ്ടൻസേഷൻ, ക്ലേസൺ ഷിമിറ്റ് കണ്ടൻസേഷൻ, ബെൻസോയിൻ, പെർക്കിൻ, നോവനേഗൽ റിയാക്ഷൻ കണ്ടൻസേഷൻ. അഡീഷണലായിട്ട് ഹാലഫോം റിയാക്ഷൻ, കാനിസറോ റിയാക്ഷൻ, ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ്. ഇതുണ്ട്. ഇതൊക്കെ ആൽഫ ഹൈഡ്രജനുമായിട്ട് റിലേറ്റഡ് ആണ്. ഹാലഫോം എന്ന് പറയുന്നത് ഐഡഫോം ടെസ്റ്റ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മോഡ്യൂൾ 3 കാർബോക്സിലിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അവിടെയും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ് ഉണ്ട്. HVZ റിയാക്ഷൻ, കോൾസ് ഇലക്ട്രോളിസിസ്, കേർട്ടിയസ് റിയാക്ഷൻ, പിന്നെ ഒരു റീഅറേഞ്ച്മെൻറ്റ്, ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ്. മോഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നൈട്രോ ആൻഡ് അമിനോ കോമ്പൗണ്ട്സ് ആണ്, നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. അതിനകത്ത് അവിടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലും ഒക്കെ ഉപയോഗിക്കുന്ന ചില റിയാക്ഷൻസ് ആണ്. ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ, ഷ്മിറ്റ് റിയാക്ഷൻ, ഗബ്രിയേൽസ് താലിമൈഡ് റിയാക്ഷൻ. ഇവിടെയൊക്കെ ഈ റിയാക്ഷൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ നെയിമും കാണും, അതുപോലെ തന്നെ അവിടെയുള്ള ഒന്നുകിൽ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിയേജൻറ്റ്, ഇതിൻ്റെയൊക്കെ പേരൂടെ ചേർത്തിട്ടാണ് ആ റിയാക്ഷൻ പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഓരോ റിയാക്ഷൻ്റെയും കൂടെ റീഅറേഞ്ച്മെൻ്റ് ആണോ, കണ്ടൻസേഷൻ ആണോ, റിഡക്ഷൻ ആണോ, ഓക്സിഡേഷൻ ആണോ എന്നൊക്കെ തന്നെ പേരിലും ചേർത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അമീന് പ്രത്യേകമായിട്ടുള്ള റിയാക്ഷൻ കാർബിലമീൻ റിയാക്ഷൻ. പിന്നെ നൈട്രസ് ആസിഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കൺവേർഷൻസ് ട്രാൻസ്ഫോർമേഷൻസിലൊക്കെ വരുന്നത്. ഡൈസോണിയം ക്ലോറൈഡിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഈ HNO2 റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു മാനിക് റിയാക്ഷൻ. ഈ റിയാക്ഷൻ മെക്കാനിസം വെച്ച് നോക്കുമ്പോൾ ഈ മോഡ്യൂൾ 5 വളരെ ലൈറ്റാണ്. അവിടെ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ മെക്കാനിസംസ് ഒന്നുമില്ല. നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കെയിൻ ഷുഗറും അതുപോലെ സ്റ്റാർച്ച് സെല്ലുലോസ് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും അതിൻ്റെ ചില സാധാരണ റിയാക്ഷൻസും അതുപോലെ തന്നെ അവിടെ പ്രത്യേകിച്ച് മെക്കാനിസം ഉള്ളത് മ്യൂട്ടാ റൊട്ടേഷനാണ്. മ്യൂട്ടാ റൊട്ടേഷന് നമുക്ക് അനോമർ ഫോമേഷൻ, പൈറനോ സ്ട്രിങ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, അതൊക്കെയാണ് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഈ മെക്കാനിസം ടൈപ്പിൽ പഠിക്കാനുള്ളത്. പിന്നെ മോഡ്യൂൾ 6 ഓർഗാനോ മെറ്റാലിക്സ്, അതായത് മെറ്റൽ കോമ്പൗണ്ട്സ്, സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ കോമ്പൗണ്ട്സ് ഒക്കെയാണ്. അതിൽ സിങ്കിൻ്റെ കേസിൽ വരുമ്പം അത് നിങ്ങൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് റിഫോമിറ്റ്സ്കി റിയാക്ഷൻ. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് എന്താണ്, സിങ്കിൻ ഡ്രൈ ഈതറാണ് അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലേസിൻ കണ്ടൻസേഷൻ. അപ്പോൾ ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രിയും ഗ്രീൻ കെമിസ്ട്രിയാണ്. അതിൻ്റെ ഞാൻ 2 ചെറിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അത് ഷോർട്ട് നോട്ടിന് വരാം. ചിലപ്പം ഗ്രീൻ കെമിസ്ട്രിയിലെ 12 പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇച്ചിരി ഹെവി ആയിട്ട് പറയുന്ന ആ കാര്യങ്ങൾ, റിയാക്ഷൻ മെക്കാനിസം എഴുതി പഠിക്കേണ്ടുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ചാർട്ടാക്കി ഒന്ന് ടാബ്ലർ ഫോമിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു റെഡി റെക്കണറായിരിക്കും. അതുപോലെ തന്നെ ഓർത്തെടുക്കാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യില്ലേ, നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഒന്ന് ഒരു ചാർട്ടാക്കി അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നോക്കുക, പിന്നെ ഒന്ന് എഴുതി നോക്കുക. ഇങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷന് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പിന്നെ ചിലപ്പോൾ ഒരു കാലത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവുകയുമില്ല. ഓക്കെ, സോ ട്രൈ ദിസ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. See you in another video. Thank you.